സിനിമ കണ്ടു, വളരെ മനോഹരമായിരിക്കുന്നു. എമ്പുരാൻ, ലൂസിഫർ ഇതിനു മുന്നേ കാണാൻ പറ്റിയായിരുന്നു, അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. പൃഥ്വിരാജ് സുകുമാരൻ എന്ന സംവിധായകൻ ഒരു പാൻ ഇന്ത്യൻ ലെവലിലേക്ക് എത്തിയിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫ് ആണ് എനിക്ക് ഇത്തിരി സൂപ്പറായിട്ട് തോന്നിയത്. കുഴപ്പമില്ല, കൊള്ളാം. നല്ല സിനിമ. നല്ല മേക്കിംഗ് ആയിരുന്നു, നല്ല ഡയറക്ഷൻ ആയിരുന്നു, അടിപൊളിയായിരുന്നു. സിനിമ കണ്ടു, വളരെ മനോഹരമായിരിക്കുന്നു. എമ്പുരാൻ, ലൂസിഫർ ഇതിനു മുന്നേ കാണാൻ പറ്റിയായിരുന്നു, അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. നമ്മുടെ എമ്പുരാനും കണ്ടു, വളരെ ഹാപ്പിയാണ്. ആ ഒരു ഫുൾ വൈബ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെയല്ല, എല്ലാവരും ഒരു എന്താ പറയുന്നത്, ഒരു റീഫോംഡ് വേർഷൻ, അതാണ് നമ്മളൊക്കെ ആണെങ്കിലും ആരായാലും വേണ്ടത്. അത് വന്നിട്ടുണ്ട്. എല്ലാവരും ഓരോ ദിവസവും ഗ്രോ ചെയ്യുകയാണല്ലോ, വളരെയല്ലേ. പഴയതിന് നമുക്കൊരിക്കലും കിട്ടില്ല. പുതിയത് ഒരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു വ്യക്തി അല്ലെങ്കിൽ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളാണ് നമ്മൾ കാണുന്നത്. പിന്നെ നമ്മളുടെയും ഈ കാഴ്ചപ്പാടുകൾ വ്യത്യാസം വന്നിട്ടുണ്ടല്ലോ, അതിൻ്റെ ഒരു മാറ്റമുണ്ട്. അങ്ങനെ വളരെ സന്തോഷമായിട്ടുണ്ട്. എന്തായാലും നല്ല മൂവിയാണ്. പിന്നെ ഇവിടെ ഈ എറണാകുളം ചൂസ് ചെയ്യാൻ തന്നെ കാരണം ഒരുപാട് ആളുകൾ ഒരുമിച്ച് ഈ ഒരു തിയേറ്ററിൻ്റെ ആംബിയൻസും കൂടെ കിട്ടുമ്പം അതിൻ്റെ സുഖം വേറെ തന്നെയാണ്. തിരക്കഥ എഴുതിയ മുരളി ഗോപി എന്ന് പറഞ്ഞ തിരക്കഥാകൃത്തരാണ് ആദ്യം സല്യൂട്ട് ചെയ്യുന്നത്. പിന്നെ രണ്ടാമത് ഇതിൻ്റെ കാസ്റ്റിംഗ് നടത്തിയേക്കുന്ന കാസ്റ്റിംഗ് ഡയറക്ടറായിരുന്ന സിദ്ധു പനക്കൽ സാർ ഒരു പാൻ ഇന്ത്യൻ ലെവലിലേക്ക് ഒരു പ്രൊഡക്ഷൻ കണ്ടണമെന്ന് വരെ അദ്ദേഹം വളർന്നു. പിന്നീട് സംവിധാനത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ പൃഥ്വിരാജ് സുകുമാരൻ എന്ന സംവിധായകൻ ഒരു പാൻ ഇന്ത്യൻ ലെവലിലേക്ക് എത്തിയിട്ടുണ്ട്. പിന്നെ ലാലേട്ടൻ്റെ കാര്യം, പിന്നെ അഭിനയത്തിൻ്റെ കാര്യം പറയേണ്ട കാര്യമില്ല. പിന്നെ ഇതിൻ്റെ BGM ചെയ്ത ദീപക് ദേവ് സൂപ്പറായിട്ടുണ്ട്. ഒരു പാൻ ഇന്ത്യൻ, ഒരു മാസ് മസാല പടം.